എൻ്റെ പേര് നൈസി, ഹസ്ബൻഡിൻ്റെ പേര് ഡെയ്സൺ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ പറപ്പുകര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് മാസം ആയിരുന്നു എടുത്തത്. 11 വർഷമായിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒത്തിരി ചികിത്സകൾ ചെയ്തു. 2 പേരുടെയും ടെസ്റ്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഡോക്ടർമാർ പറയാറില്ല. എന്നാലും മരുന്നുകൾ കഴിച്ചിട്ടും ഫലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ അനുസരിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് പുതുക്കുകയും പിന്നത്തെ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം 4-ാം മാസം സ്കാനിങ്ങിൽ സർവിക്കൽ ലെങ്ത്ത് കുറയുകയും സ്റ്റിച്ച് ഇടേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനകൾ ചെല്ലാറുണ്ടായിരുന്നു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കൃപാസനം പത്രം വീടുകളിൽ കൊടുക്കാറുണ്ടായിരുന്നു. ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ സർവിക്കൽ ലെങ്ത്ത് നോർമലാവുകയും സ്റ്റിച്ച് ഇടണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഓഗസ്റ്റ് മാസം 30-ാം തീയതി ആരോഗ്യമുള്ള പെൺകുഞ്ഞിനെ തന്ന് ഞങ്ങൾ മാതാവ് അനുഗ്രഹിച്ചു. അമ്മ കൃപാസനം മാതാവിനും അമ്മ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെയുള്ള എൻ്റെ സാക്ഷ്യം, ഞങ്ങൾ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്നേഹത്തിലാവുകയും സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ കുർബാനയിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റാറുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാന നാട്ടിലേക്കുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുമായിട്ടുള്ള യാത്രയിൽ തങ്ങൾക്ക് ജലം ലഭിക്കാതെ വരുമ്പോൾ, കുടിക്കാൻ വെള്ളം കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. 25-ാമത്തെ തിരുവചനത്തിൽ അരുളി ചെയ്യുന്നു, അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. കുടിക്കാൻ വെള്ളമില്ല, കിട്ടിയ വെള്ളം കയ്പുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് മാറ എന്ന സ്ഥലത്ത് വെച്ചാണിത് സംഭവിക്കുന്നത്. അപ്പോഴാണ് ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നതും മോശ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും. എന്തിനാണ് നീ വിഷമിക്കുന്നത്? നിൻ്റെ കയ്യിലിരിക്കുന്ന, അതായത് ദൈവം ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തിട്ട് അത് വെള്ളത്തിലിടാൻ പറയുന്നു. ഉടനെ തന്നെ അത് ശുദ്ധജലമായിട്ട് മാറുകയാണ്. 11 വർഷമായിട്ട് കയ്പ് നിറഞ്ഞ തങ്ങളുടെ ജീവിതം, തങ്ങൾക്ക് മക്കളില്ല, ചികിത്സകളൊക്കെ ചെയ്തു. ഉടമ്പടിയിലൂടെ ജീവിതം എങ്ങനെയാണ് പുനഃക്രമീകരിക്കപ്പെട്ടത്? തങ്ങളുടെ ജീവിതം എങ്ങനെ കുഞ്ഞുങ്ങളെ നൽകി ദൈവം ജീവിതത്തെ മധുരമുള്ളതാക്കി തീർത്തു? അതാണ് നാം ഇപ്പോൾ കേട്ടത്. അങ്ങനെ വീണ്ടും സ്കാനിങ്ങിൽ സെർവിക്കൽ ലെങ്ത് കുറവാണെന്നും അതുമൂലം എന്തായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്? സ്റ്റിച്ച് ഇടേണ്ടി വരും എന്ന് പറഞ്ഞു ഡോക്ടർ. അബോർഷനാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ഇടേണ്ടി വരും, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഡോക്ടേഴ്സ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലം വയറിൽ പൂശി പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഉള്ള സ്കാനിങ്ങിൽ സെർവിക്കൽ ലെങ്ത് നോർമലാകുന്നു. അബോർഷനൊക്കെ പറഞ്ഞിരുന്നതാണ്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ പിന്നീട് അതൊന്നും വേണ്ടി വരുന്നില്ല. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ജീവിതത്തിൽ ലഭിച്ച അനുഭവമാണ് നാം കേട്ടത്. ഇവിടെയാണ് ദൈവിക ഇടപെടലുകൾ ഉടമ്പടിയിലൂടെ കിട്ടുന്ന എത്രയോ മക്കളെയും കൊണ്ട് മാതാപിതാക്കൾ ഇവിടെ വരുന്നു. അതായത് ചികിത്സിച്ചിട്ട് തങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ അവർ ലോകവൈദ്യനായ യേശുവിൻ്റെ ചികിത്സ തേടുകയാണ്. ആ വൈദ്യൻ ചികിത്സിക്കുമ്പോൾ പിന്നീടെല്ലാം തടസ്സങ്ങളെല്ലാം ഒന്നുമില്ലാതായിത്തീരുന്ന എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട്. തങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തെ ജീവിതത്തിലൂടെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന ഓരോ മക്കളും, അതുപോലെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ, അതൊക്കെ എന്തെല്ലാമാണ് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, കൃപാസന പത്രം കൊടുക്കുന്നത്,
പ്രാർത്ഥനയിലൊക്കെ വന്ന മാറ്റം, കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ വിശുദ്ധ ബലിയിലുള്ള സജീവമായ പങ്കാളിത്തം, എല്ലാറ്റിനും മാറ്റം വരുമ്പോൾ, ദൈവത്തെ വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവം ഉദരത്തിൽ വന്ന് നിറയുകയാണ്. അങ്ങനെ ഈ മകൾക്ക് ദൈവിക ഇടപെടലുകളിലൂടെ കിട്ടിയ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.